സച്ചിയുടെയും രേവതിയുടെയും നാളത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം അത് സുഖനാണെങ്കിൽ ഭാര്യ മഹിമയോട് പറയുന്നുണ്ട് കേട്ടോ. അവളാണെങ്കിൽ ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ രവീന്ദ്രയുടെ മകനോട് നമ്മൾ ഇത്രയൊക്കെ പറഞ്ഞിട്ട് അവൾക്കൊരു മാറ്റവും ഇല്ല. ആ രവിനെ പോയി കണ്ടിട്ട് പോലും അയാൾ പോലും മകനെ താക്കീത് ചെയ്തിട്ടില്ല. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാതെ മധുസൂദനൻ പറയുകയാണ്. പിന്നെ കാണിക്കുക പിറ്റേ ദിവസമാണെങ്കിൽ ഒരു പോലീസ് ഓഫീസർ സച്ചിയുടെ വീട്ടിലേക്കാണ് വരുവാണ്. അപ്പോൾ രേവതിയെ കാണുക. അപ്പോൾ രേവതിയെ കാണുമ്പോൾ ചോദിക്കുന്നത്, അല്ല ഇവളെന്താ ഇവിടെ നിന്ന് ചോദിക്കുകയാണ്. അപ്പോൾ രവി പറഞ്ഞിട്ട് ഇത് ഞങ്ങളുടെ മൂത്ത മരുമോളാന്ന് പറയുകയാണ്. മൂത്ത മരുമോളോ? അല്ല സാറിന് എങ്ങനെ ഇവിടെ പരിചയം എന്ന് ചോദിച്ചുകൊണ്ട് ചന്ദ്രയാണെങ്കിൽ വന്നിട്ടുണ്ട്. അപ്പോഴാണെങ്കിൽ ആ പോലീസുകാരൻ കേട്ടോ, അത് പിന്നെ ഈ വീട്ടിലെ പയ്യൻ അന്ന് ക്ഷമിച്ചുകൊണ്ട് മാത്രം ഇവളുടെ അനിയനാണെങ്കിൽ അന്ന് ജയിലിൽ കിടക്കാതെ രക്ഷപ്പെട്ടെ എന്ന് പറയുകയാണെ. അപ്പോൾ അത് കേട്ട് ചന്ദ്രയ്ക്കൊന്നും മനസ്സിലാവുന്നില്ല. ചന്ദ്രയ്ക്ക് എന്താ സാറ് പറഞ്ഞ ഒന്നും മനസ്സിലായില്ലെന്ന് പറയുകയാണെ. അന്ന് ഈ വീട്ടിലെ ബൈക്ക് മോഷ്ടിച്ചില്ലേ, അത് വേറെ ആരുമില്ല ഇവളുടെ അനിയനാന്ന് പറയുകയാണെ. ഇതെല്ലാം കേട്ടിട്ട് രേവതിക്കാണ് ഒന്നും പറയാൻ അവർ എല്ലാവരും മുമ്പ് തല താഴ്ത്തി നിൽക്കുന്ന അവസ്ഥയും കാണിച്ചുകൊണ്ടാണ് നാളത്തെ പ്രൊമോ സ്റ്റോർ റിവ്യൂ അവസാനിക്കുന്നത്.